Hi all, welcome to I Plus Training Solutions. CSEB ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ബാങ്കിങ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നടത്താൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: If an instrument is endorsed in blank, what is the result? Option A, it cannot be converted to an endorsement in full later. Option B, it remains an order instrument only. Option C, it becomes payable to the bearer. Option D, it is void and unenforceable. Okay, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എൻഡോഴ്സ്മെൻറ്റ്. The term endorsement is derived from the Latin word indorsum. Indorsum എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇൻഡോസം INDORSUM. ഓക്കെ, അതിൻ്റെ അർത്ഥം ഓൺ ദി ബാക്ക് എന്നാണ്. ഇൻഡോസത്തിൻ്റെ അർത്ഥം ഓൺ ദി ബാക്ക് എന്നാണ്. അപ്പോൾ എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിംഗ് സൈൻ ഓൺ ദി ബാക്ക് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ഫോർ ദ പർപ്പസ് ഓഫ് നെഗോസിയേഷൻ. പുട്ടിംഗ് സൈൻ ഓൺ ദി ബാക്ക് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ഫോർ ദ പർപ്പസ് ഓഫ് നെഗോസിയേഷൻ. ഒരു ഇൻസ്ട്രുമെന്റ് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകിൽ സൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ആരാണോ സൈൻ ചെയ്യുന്നത് ആ വ്യക്തിനെയാണ് നമ്മൾ എൻഡോസർ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു സൈൻസ് ഓൺ ദ ഇൻസ്ട്രുമെന്റ് ഫോർ ദ പർപ്പസ് ഓഫ് നെഗോസിയേഷൻ. നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണോ സൈൻ ചെയ്യുന്നത് ആ വ്യക്തിനെയാണ് നമ്മൾ എൻഡോസർ എന്ന് പറയുന്നത്. എൻഡോസി എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ടു ഹൂം ദ എൻഡോസ്മെന്റ് ഈസ് മെയ്ഡ്. ആർക്കാണ് നമ്മൾ എൻഡോസ്മെന്റ് ചെയ്തു കൊടുക്കുന്നത് ആ ചെയ്തു കൊടുക്കുന്നത് അവരെയാണ് നമ്മൾ എൻഡോസി എന്ന് പറയുന്നത്. ദ പേഴ്സൺ ടു ഹൂം ദ എൻഡോസ്മെന്റ് ഈസ് മെയ്ഡ് ഈസ് കോൾഡ് എൻഡോസി. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ബ്ലാങ്ക് അല്ലെങ്കിൽ ജനറൽ എൻഡോസ്മെന്റ്. എന്താണ് ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് അല്ലെങ്കിൽ ജനറൽ എൻഡോഴ്സ്മെന്റ് നോക്കാം. ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് അഥവാ ജനറൽ എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസറുടെ പേരും സൈനും അതിനകത്ത് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ടാവും. പക്ഷേ എൻഡോസിയുടെ പേര് വ്യക്തമാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള എൻഡോഴ്സ്മെന്റിനെയാണ് നമ്മൾ ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് അല്ലെങ്കിൽ ജനറൽ എൻഡോഴ്സ്മെന്റ് എന്ന് പറയാം. ഇനി എൻഡോസിയുടെ പേര് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഫുൾ എൻഡോഴ്സ്മെന്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ എൻഡോസിയുടെ പേര് കൃത്യമായിട്ട് വ്യക്തമാക്കാത്തത് കൊണ്ട് തന്നെ ആരുടെ കയ്യിലാണോ ഈ ഇൻസ്ട്രുമെന്റ് ഹെൽഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ആ വ്യക്തി ആരാണ്? ബെയറർ ആണ്. അതായത് ഇൻസ്ട്രുമെന്റ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ പറയുന്നത് എന്താണ്? ബെയറർ എന്നാണ്. അപ്പോൾ ആ വ്യക്തിക്കാണ് എമൗണ്ട് പേയബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ആൻ ഇൻസ്ട്രുമെന്റ് ഈസ് എൻഡോസ്ഡ് ഇൻ ബ്ലാങ്ക് വാട്ട് ഇസ് ദ റിസൾട്ട്? അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ എ ആണോ? ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ആൻ എൻഡോസ്മെന്റ് ഇൻ ഫുൾ ലേറ്റർ. ഓപ്ഷൻ ബി ഇറ്റ് ക്യാൻ ബി അല്ല, ഇറ്റ് കനോട്ട് ബി കൺവേർട്ടഡ് ടു ആൻ എൻഡോസ്മെന്റ് ഇൻ ഫുൾ ലേറ്റർ. നമുക്ക് ഈ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റിനെ നമുക്ക് സ്പെഷ്യൽ എൻഡോസ്മെന്റ് ആക്കാനോ അല്ലെങ്കിൽ ഫുൾ എൻഡോസ്മെന്റ് ആക്കാനോ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് പുതിയതായിട്ട് ഇനി അതായത് എ എന്ന് പറയുന്ന ഒരു വ്യക്തി എൻഡോസ് ചെയ്ത് ബിക്ക് ഇൻസ്ട്രുമെന്റ് കൊടുത്തു. ഇനി ബിക്ക് അത് സിക്ക് എൻഡോസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അതായത് ഫുൾ എൻഡോസ്മെന്റ് സിക്ക് സിയുടെ പേരിൽ തന്നെ എൻഡോസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ലേ? കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഇറ്റ് കനോട്ട് ബി കൺവേർട്ടഡ് ടു ആൻ എൻഡോസ്മെന്റ് ഇൻ ഫുൾ ലേറ്റർ തെറ്റാണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എൻഡോസ്മെന്റ് ഫുൾ എൻഡോസ്മെന്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ എൻഡോസ്മെന്റ് ആയിട്ട് പിന്നീട് മാറ്റാനായിട്ട് സാധിക്കും. ഇനി ബി, ഇറ്റ് റിമൈൻസ് ആൻ ഓർഡർ ഇൻസ്ട്രുമെന്റ് ഓൺലി. ഇതൊരു ഓർഡർ ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാത്രമേ റിമൈൻ ചെയ്യുള്ളൂ എന്ന് അല്ല അല്ലേ? അടുത്തത് ഇറ്റ് ബിക്കംസ് പേയബിൾ ടു ദി ബെയറർ. കണ്ട, ഇറ്റ് ബിക്കംസ് പേയബിൾ ടു ദി ബെയറർ. ബെയററിന് പേയ്മെന്റ് നടത്താനായിട്ട് സാധിക്കും. ശരിയല്ലേ? ഇപ്പോൾ ബ്ലാങ്ക് എൻഡോസ്മെന്റ് ആണെങ്കിൽ അവിടെ എൻഡോസിയുടെ പേരില്ലാത്തത് കൊണ്ട് തന്നെ ആരാണ് ഹെൽഡ് ചെയ്തത്? ബെയറർ. ആ വ്യക്തിക്കാണ് പേയ്മെന്റ് ചെയ്യുക. ഇനി ഓപ്ഷൻ ഡി, ഇറ്റ് ഈസ് വോയിഡ് ആൻഡ് അൺഎൻഫോഴ്സിബിൾ. ആണോ ബ്ലാങ്ക് എൻഡോസ്മെന്റ് വോയിഡ് ആണോ? വോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വോയിഡ് എന്ന് പറയുക. പക്ഷെ ആണോ? അല്ല, വോയിഡ് അല്ല, എൻഫോഴ്സിബിൾ ആണ് അല്ലേ? നടത്താൻ പറ്റിയ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു എൻഡോസ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബ്ലാങ്ക് എൻഡോസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ആൻസർ എന്താ വരിക? ഇറ്റ് ബിക്കംസ് പേയബിൾ ടു ദി ബെയറർ. ഇറ്റ് ബിക്കംസ് പേയബിൾ ടു ദി ബെയറർ ആണ് ആൻസർ വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫൈനാൻസ് സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ റിലേഷൻ ടു കറൻസി ഇഷ്യൂവൻസ്? ഫൈനാൻസ് സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ഫൈനാൻസ് സെക്രട്ടറിയുടെ റോൾ എന്താണ് കറൻസി ഇഷ്യൂ ചെയ്യുന്നതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, സൈനിങ് on rupees 1 currency notes. Option B, overseeing the destruction of old notes.
Option C, signing currency notes of rupees 1, rupees 2 and rupees 5. And option D, determining currency exchange rates. അപ്പോൾ ഫൈനാൻസ് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റോൾ എന്താണ് കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്ത് പറയാൻ പറ്റും? എല്ലാ 1 rupee കറൻസി നോട്ട്സും കറൻസി കോയിൻസും ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അതിൽ സൈൻ ചെയ്യുന്നത് ആരാണ്? ഫൈനാൻസ് സെക്രട്ടറിയാണ്. എല്ലാ 1 rupee കോയിൻസും നോട്ട്സും ഇഷ്യൂ ചെയ്യുന്നതും അതിൻ്റെ സൈൻ ചെയ്യുന്നതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫൈനാൻസ് സെക്രട്ടറി ആണെന്ന് നമുക്ക് പറയാം. ഫൈനാൻസ് സെക്രട്ടറി ആണ് സൈൻ ചെയ്യുന്നത് 1 rupee കറൻസി നോട്ട്സിൽ. അത് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ RBI എന്തിനാണ്? RBI എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 rupee കോയിൻസ് ആൻഡ് നോട്ട്സ് ഒഴികെ ബാക്കി എല്ലാ കോയിൻസ് ആൻഡ് നോട്ട്സും ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. അപ്പോൾ അതിനകത്ത് സൈൻ ചെയ്യുന്നത് ആരായിരിക്കും? 1 rupee കോയിൻസ് ആൻഡ് നോട്ട്സ് ഒഴികെ ബാക്കി എല്ലാ നോട്ടുകളിലും സൈൻ ചെയ്യുന്നത് ആരായിരിക്കും? ഗവർണർ ഓഫ് RBI. ഗവർണർ ഓഫ് RBI. ഗവർണർ ആരാണ്? ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. അതും കൂടി ഓർക്കുക. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് RBI എന്ന് അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ഗവർണർ ഓഫ് RBI തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആരാണ് ഈ 1 rupee കോയിൻസും നോട്ട്സും ഒഴികെ ബാക്കി എല്ലാ നോട്ട്സിലും കോയിൻസിലും സൈൻ ചെയ്യുന്നത്? ഗവർണർ ഓഫ് RBI ആണ്. അപ്പോൾ ആരാണ് 1 rupee കോയിനിലും 1 rupee നോട്ടിലും സൈൻ ചെയ്യുന്നത്? ഫൈനാൻസ് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ എ, സൈനിങ് റുപ്പീസ് 1 currency note അല്ലേ? സൈനിങ് ഓൺ റുപ്പീസ് 1 currency notes. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ദ റിവേഴ്സ് സൈഡ് ഓഫ് കറൻസി നോട്ട്സ് ഡിഫറെൻറ്റ് മോട്ടീവ്സ് ഓർ ഇമേജസ് ആർ ഇൻകോപ്പറേറ്റഡ്. റുപ്പീസ് 500 നോട്ട് ഹാസ് മോട്ടീവ് ഓഫ് റെഡ് ഫോർട്ട് ആൻഡ് ഓൺ ദി റിവേഴ്സ് ഡെപ്പിക്റ്റിംഗ് ദ country's cultural heritage, the motif of which cultural heritage is seen in the reverse of rupees 200. 200 rupees, okay, 500 rupee നോട്ടിൻ്റെ പുറകുവശത്തായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന മോട്ടീവ് എന്ന് പറയുന്നത് റെഡ് ഫോർട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 200 രൂപ നോട്ടിൻ്റെ പുറകിലായിട്ട് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പുറകിലായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന മോട്ടീവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Okay, option A, Ellora Caves. Option B, Sanchi Stupa. Option C, Rani Ki Vav. Option D, Sun Temple, Konark. Okay, അപ്പോൾ എലോറ കേവ്സ് ആണോ, സാഞ്ചി സ്തൂപയാണോ, റാണി കി വാവാണോ, സൺ ടെമ്പിൾ കൊണാർക്ക് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 200 രൂപ നോട്ടിൻ്റെ പുറകിലെ മോട്ടീഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാ നോട്ടുകളുടെയും പുറകിലുള്ള മോട്ടീഫ് പറഞ്ഞു പോവാം. റുപ്പീസ് 5ൻ്റെ പുറകിലുള്ളത് ട്രാക്ടറാണ്. റുപ്പീസ് 10ൻ്റെ പുറകിലുള്ളത് സൺ ടെമ്പിൾ കൊണാർക്കാണ്. റുപ്പീസ് 10ൻ്റെ പുറകിലുള്ളത് സൺ ടെമ്പിൾ കൊണാർക്കാണ്. ഇനി റുപ്പീസ് 20യുടെ പുറകിലുള്ളത് എല്ലോറ കേവ്സ് ആണ്. റുപ്പീസ് 50യുടെ പുറകിലുള്ളത് ഹംപിയാണ്. റുപ്പീസ് 100ൻ്റെ പുറകിലുള്ളത് റാണി കി വാവാണ്. റുപ്പീസ് 200ൻ്റെ പുറകിലുള്ളത്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ, 200ൻ്റെ പുറകിലുള്ളത് എന്താണ്? സാഞ്ചി സ്തൂപ. റുപ്പീസ് 200ൻ്റെ പുറകിലുള്ളത് സാഞ്ചി സ്തൂപ അല്ലേ. ഇനി 500 രൂപ നോട്ടിൽ എന്താണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, റെഡ് ഫോർട്ട് ആണെന്നല്ലേ. അപ്പോൾ 1000 രൂപ നോട്ടിൽ എന്താണ്? 1000 രൂപ നോട്ടിൽ മംഗൾയാൻ. 1000 രൂപ നോട്ടിൽ എന്താണ്? മംഗൾയാൻ. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക നോക്കിയേ. 200 രൂപ നോട്ടിൽ സാഞ്ചി സ്തൂപ. Question number 139. Which order takes precedence when a garnishee order and an attachment order are received simultaneously? Option A, the latest order received takes precedence. Option B, attachment order takes precedence. Option C, both orders are considered equally. And option D, garnishee order takes precedence. ഏത് ഓർഡറിനാണ് മുൻഗണന? ഗാർണിഷി ഓർഡറും അറ്റാച്ച്മെൻറ്റ് ഓർഡറും രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഓർഡറിന് വേണം മുൻഗണന കൊടുക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അറ്റാച്ച്മെൻറ്റ് ഓർഡർ എന്ന് നോക്കാം. അറ്റാച്ച്മെൻറ്റ് ഓർഡർ ഇൻകം ടാക്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഡറാണ്. ഇൻകം ടാക്സ് ആക്ട് 1961
സെക്ഷൻ 226 സബ്സെക്ഷൻ 3 പ്രകാരം ഈ അറ്റാച്ച്മെന്റ് ഓർഡർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കർ എന്ത് ചെയ്യണം? ഡിസയേർഡ് എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻകം ടാക്സ് അതോറിറ്റിക്ക് റെമിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അതായത് ഒരു പെർട്ടിക്കുലർ വ്യക്തി ബി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വ്യക്തി ഇൻകം ടാക്സ് അതോറിറ്റീസിലേക്ക് പൈസ അടയ്ക്കാനുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യും? ഈ അറ്റാച്ച്മെന്റ് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യും. അതായത് എത്ര രൂപയാണോ ഇൻകം ടാക്സ് അതോറിറ്റിക്ക് അടയ്ക്കാനുള്ളത് ആ പൈസ അവരുടെ നിന്ന് ഈടാക്കിയിട്ട് ഇൻകം ടാക്സ് അതോറിറ്റിക്ക് അടയ്ക്കും. അതാണ് അറ്റാച്ച്മെന്റ് ഓർഡർ. ഇനി ഗാർണിഷ് ഓർഡർ. ഗാർണിഷ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ് 1908 റൂൾ 46 ഓർഡർ 21 പ്രകാരമാണ് ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ഗാർണിഷി ഓർഡറിൽ ഗാർണിഷി എന്ന് പറയുന്നത് ബാങ്കറാണ്. മനസ്സിലായോ? ഗാർണിഷ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ ചെയ്യുന്നത് കോർട്ട് ഓഫ് ലോ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു വ്യക്തി, രണ്ട് വ്യക്തികളുണ്ടെന്ന് വിചാരിക്കുക. ഒരു വ്യക്തി ജഡ്ജ്മെന്റ് ഡെപ്റ്ററും ഒരു വ്യക്തി ജഡ്ജ്മെന്റ് ക്രെഡിറ്ററും. അതായത് എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് പൈസ കൊടുക്കാനുണ്ട്. പക്ഷേ എ പൈസ കൊടുക്കാൻ വിസമ്മതിച്ചു. പക്ഷേ എയുടെ അക്കൗണ്ടിൽ ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ബി കേസിന് പോയപ്പോൾ എന്ത് ഓർഡർ കോർട്ട് ഓഫ് ലോ ഇഷ്യൂ ചെയ്തു? ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഇവിടെ ഗാർണിഷി എന്ന് ഉദ്ദേശിക്കുന്നത് ബാങ്കാണ് കേട്ടോ. അപ്പോൾ ബാങ്കിന് ഗാർണിഷ് ഓർഡർ കിട്ടിയേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ എയുടെ അക്കൗണ്ട് ഗാർണിഷ് എന്ത് ചെയ്യും? തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്തിട്ട് എത്ര രൂപയാണോ ബിക്ക് കൊടുക്കാനുള്ളത് ആ പൈസ കൊടുക്കാനായിട്ട് കോർട്ട് ഓഫ് ലോ ആവശ്യപ്പെടും. അപ്പോൾ ബിക്ക് കൊടുക്കാനുള്ള പൈസ എന്ത് ചെയ്യും? ഈ ബാങ്കർ എയുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് ബിക്ക് ആ പൈസ കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ ബിയുടെ കിട്ടാനുള്ള പൈസ കിട്ടിക്കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് രണ്ട് പാർട്സ് ഉണ്ട്. ഓർഡർ നിസ്സി ഉണ്ട്, ഓർഡർ ആബ്സല്യൂട്ടും ഉണ്ട്. ഓർഡർ നിസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് പേയ്മെന്റ് മേക്കിംഗ് ദ പേയ്മെന്റ് സ്റ്റോപ്പ് അല്ലേ? അതായത് പേയ്മെന്റ് ഇനി നടത്താൻ പാടില്ല. എയുടെ അക്കൗണ്ടിൽ നിന്ന് ഇനി പേയ്മെന്റ് ഒന്നും നടത്തരുത്, എയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർഡർ നിസ്സി കൊടുക്കുന്നത്. ഓർഡർ ആബ്സല്യൂട്ട് കൊടുക്കുന്നത് എന്തിനാണ്? ഓർഡർ ആബ്സല്യൂട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിക്ക് കൊടുക്കാനുള്ള പൈസ എയുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് ബിക്ക് കൊടുത്തോളൂ എന്ന് പറയുന്നതാണ് ഓർഡർ ആബ്സല്യൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇനി ഇവിടെ ഗാർണിഷി ആരാണ്? ഗാർണിഷി ബാങ്കാണ്. ഇനി ഓർഡർ നിസ്സി പറഞ്ഞു, നമ്മൾ ഓർഡർ അബ്സല്യൂട്ട് പറഞ്ഞു. ഏത് നിയമം പ്രകാരമാണ് ഈ ഗാർണിഷ് ഓർഡർ അപ്ലൈ എന്ന് വെച്ചാൽ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ് 1908 പ്രകാരമാണ്. അതിൻ്റെ റൂൾ 46 ഓർഡർ 21 ആണ് കേട്ടോ. ഇനി അറ്റാച്ച്മെന്റ് ഓർഡറും ഗാർണിഷ് ഓർഡറും രണ്ട് ഓർഡറും എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ഓർഡറിനാണ് മുൻഗണന എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് ഓർഡറിനാണ് മുൻഗണന. എന്ത് ഓർഡറിനാണ് മുൻഗണന? അറ്റാച്ച്മെന്റ് ഓർഡറിനാണ് മുൻഗണന. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് വരും? അറ്റാച്ച്മെന്റ് ഓർഡർ ടേക്സ് പ്രിസിഡൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ.